സ്റ്റൈലനമ്മ അതും വെറും സ്റ്റൈൽ എന്ന് പറഞ്ഞ പോരാ, നമ്മുടെ സ്റ്റേജിലൊക്കെ കയറി തട്ടുപൊളിപ്പൻ ഡാൻസ് കളിക്കണ ഒരു അടിപൊളി അമ്മയാണ്. അപ്പൊ നമുക്ക് ഒരു അമ്മയുടെ കൂടെ സംസാരിക്കാം. ഒരു സ്റ്റൈലനമ്മ അതും വെറും സ്റ്റൈൽ എന്ന് പറഞ്ഞ പോരാ, നമ്മുടെ സ്റ്റേജിലൊക്കെ കയറി തട്ടുപൊളിപ്പൻ ഡാൻസ് കളിക്കണ ഒരു അടിപൊളി അമ്മയാണ്. ഇൻസ്റ്റാഗ്രാമിലും ഇതുപോലെ നമ്മുടെ സോഷ്യൽ മീഡിയകളിലൊക്കെ ഇപ്പൊ വൈറൽ താരമായി മാറിയിരിക്കുന്ന ഒരു അമ്മയാണ്. അമ്മയെ നമുക്ക് വിളിക്കാം. ഹലോ, ഹായ് അമ്മ, എന്താണ് ഒരു രക്ഷയില്ല, അടിപൊളി ഡാൻസ് കേട്ട് ഫുള്ള് സ്റ്റേജില് തകർപ്പനാണല്ലോ. എന്തുണ്ട് വിശേഷം? നല്ല വിശേഷം. ഫുള്ള് ഇങ്ങനെ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുവാണല്ലോ. ഓ, അതിലേറെ സന്തോഷം. എങ്ങനെയുണ്ട് അമ്മ വിചാരിച്ചോ ഡാൻസ് കളിക്കുന്ന സമയത്ത് ഇങ്ങനെ അടിപൊളിയായിട്ട് ഇത്രയും സംഭവമായിട്ടൊക്കെ വരുന്ന? അങ്ങനെ അങ്ങോട്ട് ഓർത്തിട്ടില്ല. കല്യാണം കൂടെ പോവുക, അവിടെ അവര് പങ്കുചേർന്ന് തിരിച്ചു പോരാ, അങ്ങനെ ആഗ്രഹം മാത്രമേ ഉണ്ടാവുള്ളൂ നമ്മുടെ മനസ്സിൽ. പ്രതീക്ഷയില്ലല്ലോ, ഇവിടുന്ന് പോയാലല്ല തിരിച്ചു വന്നത്. പക്ഷെ എന്റെ മോൻ പറഞ്ഞു അങ്ങനെ ഷെയ് കയറി പിള്ളേരെ ആടിയപ്പോ ആ കൂടെ എന്റെ മോൻ കയറി ആടി, മാമനെ ആടാൻ പറഞ്ഞ അവൻ ആടി. അത് കഴിഞ്ഞ് അവൻ ഡാൻസ് കഴിഞ്ഞ് ഇറങ്ങിയപ്പോ കുട്ടികളൊപ്പം അമ്മ പറഞ്ഞോട് ചോദിച്ചു, എന്നാ മോൻ ഒരു കാര്യം ചെയ്യും, ഇത് ഒരു മധുരയ്ക്ക് പാട്ട് വെക്കാൻ പറഞ്ഞു രഘുമാർ സാറിന്റെ ശോഭന മേഡത്തിന്റെ. അന്നത് വെച്ചരാന്ന് പറഞ്ഞു. അങ്ങനെ അത് കയറി ആടി, പിള്ളേരൊപ്പം ആടി, പിന്നെ അങ്ങോട്ട് ആടി. പിന്നെ ഒരു കണ്ണു മൂക്കിലാണ് തട്ടി കൊടുത്ത ഡാൻസ്. പിന്നെ അങ്ങോട്ട് ആടി. അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ മോൻ എടുത്ത് ഇത് അയക്കുന്നുള്ള പ്രതീക്ഷ ഒന്നും ഇല്ല, അങ്ങനെ വരുന്നില്ല, സന്തോഷം അയക്കുന്നുള്ളൊരു പ്രതീക്ഷയില്ല. പിന്നെയാണ് സന്തോഷമോ പറഞ്ഞ അവൻ ഇങ്ങനെ അയച്ചിട്ടുണ്ട്. അയച്ചു കഴിഞ്ഞപ്പോ ഒന്ന് രണ്ട് ആൾക്കാർ ഇങ്ങനെ വിളിച്ചു തുടങ്ങിയെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇതാ ഇങ്ങനെ സംഭവം ആയത്. അടിപൊളി. അമ്മയ്ക്ക് എന്താ, അമ്മ ഇത് ആദ്യമായിട്ടാണോ സ്റ്റേജിൽ കളിക്കുന്നത്, അത് ഇതിനു മുമ്പ് അമ്മ സ്റ്റേജിൽ ഡാൻസ് കളിക്കുന്നതാണോ? ചെറുതൊക്കെ ആയിട്ട് സ്കൂളിലൊക്കെ ആനുവേടക്കൊക്കെ അവിടെ കാടിയിട്ടുണ്ട്. അല്ലാണ്ട് പിന്നെ ഇങ്ങനെ കുറെ സ്ഥലങ്ങളിൽ പിള്ളേരുടെ ആവശ്യങ്ങളൊക്കെ വരുമ്പോ കല്യാണമൊക്കെ വരുമ്പോ അങ്ങനെ കാടി. ഇതിപ്പോ എത്ര കാലം കഴിഞ്ഞാണ് അമ്മ ശരിക്കും സ്റ്റേജിൽ കയറിയേ? ഇത് ഒരു 15 കൊല്ലത്തിന് ശേഷം കയറണത്. ഓ, 15 കൊല്ലത്തിന് ശേഷം കയറിയിട്ടാണ് ഈ ഒരു അടിച്ചുപൊളി പെർഫോമൻസ് കാണിച്ചത്. പോയടിക്ക് അധികം നിന്നില്ല. പിന്നെ അത് കഴിഞ്ഞ ഒരു പിള്ളേർ പറഞ്ഞു നമ്മൾ നിൽക്കരുത്, ഡാൻസ് ആട്, പാട്ട് പാട് ഒക്കെ ചെയ്തോ. അതുവരെ ഇങ്ങനെ ഒരു ഇതില്ലാണ്ടിരുന്നു. അപ്പൊ കുട്ടികളെ അവിടെ ധൈര്യം തന്നു. പിന്നെ എനിക്ക് തോന്നി ആൾക്കതൊരു സന്തോഷമായിക്കോട്ടെ, പിന്നെ ഒന്നും നോക്കിയില്ല അങ്ങോട്ട്. ഇതുപോലെ ശരിക്കും പല ഇങ്ങനെ ഡാൻസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പാട്ട് പാടാനൊക്കെ കഴിവുള്ള കുറെ അമ്മമാര് നമ്മളുടെയൊക്കെ വീടുകളിൽ കാണും. തീർച്ചയായിട്ടും. അപ്പൊ അമ്മയ്ക്ക് ആ അമ്മമാരോട് വല്ലതും പറയണമെന്നുണ്ടോ? അമ്മമാരോട് പറയാനുണ്ടെന്നോ? ആ അമ്മമാര് ഇപ്പൊ ഞാൻ അങ്ങനെ ചെയ്തല്ലോ, അവരുടെ ഉള്ളില് ഇപ്പൊ അവരുടെ ഒരു കലയുണ്ട്. അത് ഈ അടുക്കളയെ കടന്ന് ആ കഷ്ണം വരുന്ന ഈ കറിയും വെച്ച് അങ്ങനെ വെച്ച് ഒക്കെ ഇങ്ങനെ മുരടിച്ച് അവരുള്ള ആഗ്രഹം ഉണ്ടാവും. ഇപ്പൊ എനിക്കും അങ്ങനെയായിരുന്നു അടുക്കള തന്നെ. പിന്നെ ഞാൻ ആലോചിച്ച് നിന്ന് ശരിയാവില്ല, പുറത്തേ ആടണം. പിന്നെ അങ്ങനെ പാട്ടൊക്കെ ഞാനൊക്കെ ഒന്ന് ആടി, അങ്ങനെയൊക്കെ നാടി. ഞാൻ ഒരു കഷ്ണം അരിയുമ്പോൾ ടി വി വെക്കും, ഓടിച്ചു നോക്കും, പിന്നെ ടി വി ഒക്കെ ഈ ഡാൻസ് നോക്കും. അപ്പൊ ഒരു സ്റ്റെപ്പൊക്കെ ഇങ്ങനെ എടുത്തിങ്ങനെ ആടും. അപ്പൊ ഞാൻ അതുപോലെ മറ്റുള്ള തള്ളന്മാര് അടുക്കള ചെയ്യുമ്പോൾ അവരുടെ ഉള്ളിൽ ചിലപ്പോൾ കലയുണ്ടാവും. കലയുള്ളവർ കലയില്ലാത്തവരുണ്ടാവും. ഉള്ളവര് ആ മുറിയിൽ ഒതുങ്ങി കൂടുക. അപ്പൊ മക്കള് സമ്മതിക്കൂല, ചിലപ്പോൾ അയലക്കാർ സമ്മതിക്കൂല. മറ്റുള്ള ആൾക്കാർ ഒരു ഇങ്ങനെ ഒരു സാമ്പത്തി കാണും. അപ്പൊ അവരുള്ളത് വേദനയാ. നിനക്കറിയാം ജോലിയില്ലേ, പല ആൾക്കാർ പലതുള്ളൂ, നീ ഉള്ള നീന്റെ വീട്ടിലിരിക്കും. അപ്പൊ അവരുടെ കലേനെ അവരത് മൂടിക്കളഞ്ഞു. പിന്നെ അവർക്ക് അങ്ങനെ പുറത്തിറങ്ങാൻ സാധിക്കും. പിന്നെ മക്കള് സപ്പോർട്ട് ചെയ്യണം, പിന്നെ ആൾക്കാർ സപ്പോർട്ട് ചെയ്യണം. ഇതാരും വേണ്ടാകുമ്പോ അവരുടെ ആ കല അതിൽ ഒതുങ്ങി കൂടുക. അത് പാടില്ല, അത് പുറത്തേക്ക് എടുക്കണം, അത് പുഷ്പിക്കണം, അത് പടർന്ന് കുലിച്ച് കാണണം. അതാണ് വേണ്ടത്, പടർന്ന് പന്തലാകണം.